ഈശോയുടെ മുമ്പിൽ എളിമയോടെ ഒത്തിരി സ്നേഹത്തോടെ ഈശോയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് ശാന്തമായി നമുക്ക് ഈശോയുടെ മുമ്പിൽ ഇരിക്കാം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നോടൊപ്പമായിരുന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എന്നെ തൊട്ട് എനിക്ക് സൗഖ്യം നൽകുന്ന സ്നേഹനിധിയായ ദൈവമാണെന്ന് തിരിച്ചറിയുക. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വചനം പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈശോയോട് നാം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ പുറമേക്ക് കാണിക്കും. എന്നാൽ ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് നമ്മൾ ഒത്തിരി അകലത്തിലാണോ ഇല്ലയോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വിശുദ്ധ കുദാശകളുടെ സ്വീകരണവും നമ്മുടെ ജപമാല പ്രാർത്ഥനകളും ഒക്കെ കേവലം കടമ നിർവഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എങ്കിൽ തിരിച്ചറിയുക, നിങ്ങളുടെ ഹൃദയം എന്നെ വിട്ട് ഒത്തിരി ദൂരത്താണ് എന്ന് ഈശോ പറഞ്ഞത് കൃത്യമാണ്. നിങ്ങളുടെ ഹൃദയം എന്നെ വിട്ട് ഒത്തിരി ദൂരത്താണ്. ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നെ വിട്ട് ഒത്തിരി ദൂരത്താണ്. ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയമോ എന്നെ വിട്ട് ഒത്തിരി ദൂരത്താണ്. മനുഷ്യരിൽ നിന്ന് ഞാൻ സ്തുതി ആഗ്രഹിക്കുന്നില്ല, കാരണം അവരിൽ ദൈവ സ്നേഹമില്ല എന്ന് വചനം നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവ സ്നേഹത്താൽ നിറയപ്പെടണമെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കണം. ദൈവ സ്നേഹത്താൽ നിറയപ്പെടണമെങ്കിൽ ഈശോയുടെ വചനം അനുസരിക്കണം. ദൈവ സ്നേഹത്താൽ നിറയപ്പെടണമെങ്കിൽ പ്രാർത്ഥനയിൽ ഈശോയുമായി ഒന്നായിത്തീരുന്ന സ്നേഹത്തിന്റെ അനുഭവം സ്വന്തമാക്കണം. ഓ ഈശോയെ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നോടൊപ്പമായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ചൊക്കെ ഇപ്രകാരം ഒക്കെ നിർവചിക്കും: ഒപ്പമാകാൻ അപ്പമായി തീർന്നവൻ. ഒപ്പമായി തീർന്ന ഈശോയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കും. നമ്മൾ ഒത്തിരിയൊക്കെ എഴുതുകയും ചെയ്യും. എന്നാൽ ഈ ഒപ്പമാകുന്നവനെ, ഒപ്പമാകാൻ ആഗ്രഹിക്കുന്നവനെ, കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം. കൂടെ കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവനെ കൂട്ടുപിടിച്ചാൽ, അവന്റെ കരം പിടിച്ചാൽ നിന്റെ ജീവിതം മാറും, നിന്റെ വ്യക്തി ജീവിതം മാറും. നീ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യം നിനക്ക് ദൈവം തരും. അത് മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ്. അത് തിന്മകളിൽ നിന്നുള്ള, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വലിയ ഒരു സ്വാതന്ത്ര്യമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് വചനം പഠിപ്പിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ സത്യമാവുന്നവൻ ഈശോയാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ? ഈശോയെ ഹൃദയം തുറന്ന് ആരാധിക്കാൻ, ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ. അതുകൊണ്ടാണ് പലപ്പോഴും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ സൗണ്ട് വരാത്തതിന് കാരണമില്ല. ഹൃദയത്തിൽ ഈശോയെ കുറിച്ചുള്ള ആ ആഴമായ ബോധം നമുക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ലഭിച്ച വിശ്വാസത്തെ നമുക്ക് വളർത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഹൃദയം തുറന്ന് തമ്പുരാന്റെ മുമ്പിൽ സ്തുതിഗീതങ്ങൾ ആലപിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനകളെ, നിന്റെ ആഗ്രഹങ്ങളെ, നിന്റെ പ്രതീക്ഷകളെ നീ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവൻ നിന്റെ വ്യക്തി ജീവിതത്തിൽ
ഇടപെടുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ എന്നത് നമ്മുടെ ആരുടെയും പ്രാർത്ഥനകളല്ല, മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് മാലാഖമാർ ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ അവിരാമം ഇടപെടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഹല്ലേലൂയ ആരാധന സ്തുതി എന്ന് പറയുന്നത് അതൊരു നമ്മൾ വിചാരിക്കും മറ്റുള്ളവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവനെന്നെ വിചാരിക്കും അവളെന്നെ വിചാരിക്കും എന്ന് ചിന്തിച്ച് നമ്മളെ തന്നെ വേണ്ട സ്വഭാവം കിട്ടുന്ന പ്രാർത്ഥിച്ചാൽ എന്താ വേണ്ട എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു കാരുണ്യത്തിന്റെ ദൈവസ്നേഹത്തിന്റെ സ്നേഹാനുഭവത്തിലേക്ക് കടന്നു വരാൻ ചിലപ്പോൾ സാധിച്ചു വരികയില്ല. സ്വതന്ത്രമായി എളിമയോടെ ദൈവസന്നിധിയിൽ ആരാധിക്കാനും സ്തുതിക്കാനും നമുക്ക് കഴിയണം. ഈ അധരങ്ങളിൽ നിന്ന് നിങ്ങളെ സ്തുതിക്കുന്നില്ലെങ്കിൽ അചേതനങ്ങളായ ജീവനില്ലാത്ത അവയിൽ നിന്ന് എനിക്ക് സ്തുതികൾ ഉയരുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? സ്നേഹമുള്ളവരെ, നമ്മുടെ അപ്പനെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യേണ്ടത് അത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിന്റെ കടമയാണ് എന്ന് പറയണം, മനസ്സിലാക്കണം. 10 കുഷ്ഠരോഗികൾ ഈശോയുടെ അടുത്തേക്ക് വന്നു. 10 കുഷ്ഠരോഗികളോ എന്നാൽ അവരോട് പുരോഹിതന്റെ അടുത്ത് പോയി നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. പോകും വഴി അവർ സൗഖ്യമുള്ളവരായി. എന്നാൽ തിരിച്ചു വന്ന് ദൈവസന്നിധിയിൽ അവിടുത്തെ ആരാധിച്ച് നന്ദി പറഞ്ഞത് ഒരു വിജാതിയൻ മാത്രമാണ്. ഈശോ കണക്ക് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്, സുഖം പ്രാപിച്ചവർ 10 പേരല്ലേ? എന്നാൽ തിരിച്ചു വന്ന് തമ്പുരാന് നന്ദി പറയാൻ, ദൈവത്തെ സ്തുതിക്കാൻ ഈ ഒരുത്തന് മാത്രമേ മനസ്സ് വന്നുള്ളല്ലോ എന്ന് വചനത്തിലൂടെ നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ദൈവസന്നിധിയിൽ എളിമയോടുകൂടെ താഴ്മയോടുകൂടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് ആവശ്യമായിട്ടുള്ളതൊക്കെ ദൈവമായ കർത്താവ് ക്രമീകരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിനക്ക് ആവശ്യമായിട്ടുള്ളതിനെ ആവശ്യമായ നേരത്ത് ദൈവമായ കർത്താവ് നൽകും. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നടക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നവരാണ്. എനിക്കിപ്പോൾ ഇത് വേണം, പക്ഷേ അത് ആ നേരത്ത് നിനക്ക് തന്നാൽ, അത് ആ നേരത്ത് നിനക്ക് അനുവദിച്ചാൽ, ചിലപ്പോൾ നിന്റെ വ്യക്തി ജീവിതത്തിൽ അത് നന്മയായി മാറുകയില്ല എന്ന് ദൈവമായ കർത്താവിന് ബോധ്യമുള്ളപ്പോൾ നീ എത്ര ചോദിച്ചാലും ആ നേരത്ത് തന്നെ അത് ലഭിച്ചെന്ന് വരികയില്ല. എന്നാൽ നീ ജീവിതത്തെ ആഴമായി വിലയിരുത്തി നോക്കിക്കോ. അത് തന്നില്ലെങ്കിലും അതിനപ്പുറമായി നിന്നെ സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിച്ച് അതിനപ്പുറമായിട്ടുള്ളത് പലതും നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുണ്ടാവും. കരുതലോടെ നിന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടാവും. കരുതലോടെ നിനക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ടാവും. നീ പലപ്പോഴും തകർന്നു പോകാനുള്ള സാഹചര്യത്തിലായിരുന്നപ്പോൾ അത് തകരാതെ കരുതലോടെ, മൺപാത്രത്തിലെ നിധി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ നിന്നെ കരുതലോടെ ദൈവം ഉടഞ്ഞു പോകാതെ കാത്തു സംരക്ഷിച്ച നിമിഷങ്ങളുണ്ടാവും. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാതെ എനിക്കത് തന്നില്ലല്ലോ എന്നുള്ള ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം, ഒറ്റ ചോദ്യം മാത്രം തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ഉയർത്തും. ദൈവമായ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ തന്ന എണ്ണമറ്റ നന്മകളെ കുറിച്ചൊന്ന് ധ്യാനിച്ചു നോക്കുകയും നിന്നെ കരുതലോടെ ചേർത്ത് പിടിച്ച നിമിഷങ്ങളാൽ ഒന്ന് ചിന്തിച്ചു നോക്കുകയും നീ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നപ്പോഴും താണുപോകാമായിരുന്ന നിന്നെ കരുതലോടെ നിന്നെ കരം പിടിച്ചുയർത്തിയ സുന്ദരമായ നിമിഷങ്ങളിലെ പലരും നിന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ നിന്നെ കൈവിടാതെ, നീ എന്നെ ഉപേക്ഷിച്ചിട്ടും നിന്നെ ഉപേക്ഷിക്കാതെ നിന്റെ അടുത്തേക്ക് കടന്നു വന്നവരല്ല ഞാൻ. പാപത്തോടെ അല്ലെങ്കിൽ
കാത്തിരിക്കുന്ന സ്നേഹമുള്ള ഒരു ദൈവമല്ലേ ഞാൻ? എന്തേ നിനക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല? എന്തേ നിനക്ക് എന്റെ അടുത്തേക്ക് വരാനുള്ള ഒരു ഇഷ്ടം തോന്നിയില്ല? നിന്നെ സ്നേഹത്തോടെ പരിഗണിക്കുന്ന, നിന്റെ കണ്ണുനീരെത്തുന്ന, തന്റെ ഭക്തർ ഉണർന്നുമ്പോൾ ദൈവമായ കർത്താവ് അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകുന്നുവെന്ന് വചനത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ നിന്റെ കണ്ണുനീരൊപ്പാൻ കഴിവുള്ള ദൈവത്തിലേക്ക് നീ എന്തേ തിരിച്ചു വരുന്നില്ല? നീ പലപ്പോഴും ഈ ലോകത്തിലെ പലതിലും ഉത്തരം കണ്ടെത്താൻ, പല വ്യക്തികളിലും ഉത്തരം കണ്ടെത്താനായിട്ട് നീ കടന്നു പോകുമ്പോഴും ഉത്തരം ലഭിക്കാത്ത ഒത്തിരിയേറെ ചോദ്യങ്ങൾ നിനക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോഴും മകനെ മകളെ നിനക്ക് ഉത്തരം നൽകാൻ നിന്റെ സ്നേഹത്തോടെ തിരിച്ചു വരുമ്പോൾ, നീ തിരിച്ചു വരുമ്പോൾ നിന്റെ സ്നേഹത്തോടെ വാരിപ്പുണരാൻ, നിന്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ സ്നേഹനിധിയായ ഒരു ദൈവമില്ലേ? ഈ ദൈവത്തെ നീ തിരിച്ചറിയാതെ പോകുന്നതല്ലേ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമല്ലേ? എല്ലാം നേടിയാലും ഈശോയെ നേടിയില്ലെങ്കിൽ ഒന്നും നേടിയില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത. എല്ലാം നേടിയ പിറകും ജീവിതത്തിൽ ഒന്നും നേടിയില്ലല്ലോ, ഈശോയെ നേടാത്തത് കൊണ്ട് ഒന്നും നേടിയില്ല എന്നുള്ള ആ ഒരു നഷ്ടബോധം നിനക്കുണ്ടെങ്കിൽ ഈശോയിലേക്ക് തിരിഞ്ഞു നടക്കുക. ഈശോയിലേക്ക് തിരിഞ്ഞു നടക്കുക. നിൽക്കുന്നിടത്ത് നിന്ന് ഒരു യൂട്ടേൺ എടുക്കുക. ഒരു യൂട്ടേൺ എടുക്കുക. വഴി മാറിപ്പോയെങ്കിൽ ആ വഴികളെ തിരിച്ചു വരാനായിട്ട്, ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു ആഗ്രഹം കാണിക്കുക. ഈശോയെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് എത്രമാത്രം എനിക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തു. ഈ ഗോതമ്പത്തിലേക്ക് ചുരുങ്ങാൻ നീ എത്രത്തോളം പാടുകൾ, പീഡകൾ ഏറ്റെടുത്തു. നീ എത്രത്തോളം വേദനകളിലൂടെ കടന്നുപോയി. ഈ ദിവ്യകാരുണ്യമായ തിരുവോസ്തിയായി, തിരുരക്തമായി എന്നിൽ അലിയുന്ന, എൻ്റെ നാവിലലിയുന്ന ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേ ആരാധിക്കാൻ, അങ്ങയെ സ്തുതിക്കാൻ ഈ ലോകത്തിൻ്റെ വാക്കുകൾ പോരാ. ഈശോയെ, തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചേ. ഉച്ച മുതൽ ഉള്ളകാലം വരെ എന്നെ കഴുകണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ല അറിയണമേ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു വാക്ക് ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ, എൻ്റെ ശിരസിനെ, എൻ്റെ തലയിൽ തിരുരക്തം ഒഴിച്ച് എന്നെ കഴുകണം
എൻ്റെ ചിന്തകളെയും എൻ്റെ ഭാവനകളെയും എൻ്റെതായിട്ടുള്ള ചിന്താഗതികളെയും അഹങ്കാര ചിന്തകളെയും ഒക്കെ ഈശോയെ കഴുകണേ എന്ന് പ്രാർത്ഥിച്ച്, എന്നെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, എന്നിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കൊണ്ട് ഈശോയെ നിറയ്ക്കണേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ച്, പലപ്പോഴും പലരും നമ്മൾ ചിന്തിച്ചുകൂട്ടാറുണ്ട്. എന്നാൽ ആ ചിന്തകൾക്ക് അനുസൃതമായി പലതും പ്രവർത്തിച്ചതിന് ശേഷം മാറിയിരുന്ന് അയ്യോ ചിന്തിച്ചത് തെറ്റായി പോയല്ലോ, പലരും പറഞ്ഞതിനനുസരിച്ചാണല്ലോ ഞാൻ പ്രവർത്തിച്ചത്, എന്നാൽ ചെയ്യേണ്ട മാത്രമെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കും. ചിന്തിച്ച് പ്രവർത്തിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. നമ്മുടെ ബുദ്ധിശക്തിയെ ഈശോയ്ക്ക് സമർപ്പിച്ച്, എൻ്റെ ഈശോയെ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, ഈ ദേവാലയത്തിലിരുന്ന് ദിവ്യകാല ഈശോയുടെ മുമ്പിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരിലേക്കും ഈശോയുടെ വലിയ കൃപയുടെ ശക്തി ഒഴുകുന്ന സുന്ദരമായ നിമിഷമാണല്ലോ. ഈശോയെ എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ബന്ധുമിത്രാദികളെ ഞാൻ വേദനിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചവരെ, വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചവരെ, ഈശോയെ പലപ്പോഴും പലരും പറയുന്ന കേട്ട് എടുത്തു ചാടി പലരെയും ഞാൻ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ശിരസിനെ ഈശോയെ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, ഈശോയെ തിരുരക്തമൊഴിച്ച് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെയുന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെയുന്ന് പൊന്നു കർത്താവേ. നമ്മുടെ കണ്ണുകളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, അരുതാത്തതും പലതും നമ്മുടെ കണ്ടില്ലേ? നമ്മുടെ കാഴ്ചകൾ ചിന്തകളിലേക്ക് നയിച്ചില്ലേ? അത് ചിന്തകൾ പലതും ഭാവനകളായി മാറില്ലേ? അശുദ്ധി നിന്റെ കണ്ണുകളിലൂടെ, കാഴ്ചകളിലൂടെ നിന്നിലേക്ക് കടന്നു വന്നില്ലേ? പലപ്പോഴും പലതും കണ്ടിട്ടും കാണാതെ നടന്നില്ലേ? കാണേണ്ടവയെ കാണാനായിട്ട് നീ ശ്രമിക്കാതിരുന്നില്ലേ? കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. നിന്റെ കണ്ണ് ശുദ്ധമാണെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശമുള്ളതായി മാറും എന്ന് വചനം പഠിപ്പിക്കുന്നു. ഈശോയെ എൻ്റെ കണ്ണുകളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞാനൊരു ദോഷൈകത്തിൽ കാണും, എല്ലാ നെഗറ്റീവ് കാണുന്ന ഒരു വ്യക്തിയാണ്. ഈശോയെ എൻ്റെ കണ്ണുകളെ നീ കഴുകി ശുദ്ധമാക്കണേ എന്ന് പ്രാർത്ഥിച്ച്, തിരുരക്തത്താൽ എൻ്റെ കണ്ണുകളെ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കണ്ണുകളിലേക്ക് ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം ഈ നിമിഷം കഴുകി വിശുദ്ധീകരിക്കാൻ കടന്നു വരാൻ പ്രാർത്ഥിച്ച്, തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെയുന്ന് പൊന്നു കർത്താവേ. പടി തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെയുന്ന് പൊന്നു കർത്താവേ. നമ്മുടെ നാവിനെ ഈശോയ്ക്ക് സമർപ്പിച്ച്, പലപ്പോഴും 10 കൽപ്പനയിൽ ഒരു കൽപ്പനയുണ്ട്. അതെന്താണ്? കൊല്ലരുത് എന്നൊരു കൽപ്പനയുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ആരെയും കത്തിയെടുത്ത് കുത്തി കൊന്നിട്ടില്ലല്ലോ, ഞാൻ ആരെയും കൊന്നിട്ടില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നിന്റെ നാവിനെ
സൂക്ഷിച്ചു കൊള്ളുക എന്ന് വചനം പഠിപ്പിക്കുന്നു. സംസാരത്തിൽ പിഴയ്ക്കാതിരിക്കാൻ നിന്റെ നാവിനെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് വചനം പഠിപ്പിക്കുന്നു. ഈശോയെ, എൻ്റെ നാവിനാൽ എനിക്ക് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ നാവിനെ തിരുരക്തത്താൽ കഴുകണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചു. നല്ലത് പറയാൻ ഞാൻ എൻ്റെ നാവിനെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതോ നല്ലത് പറയുന്നതിനേക്കാളും അപ്പുറമായി ഞാൻ തിന്മകളാണോ അല്ലെങ്കിൽ ചീത്ത വാക്കുകളാണോ ഉപയോഗിച്ചത് എന്ന് ചിന്തിച്ചു നോക്കുകയും ദൈവത്തെ സ്തുതിക്കാനായി നിനക്ക് നാവ് തന്നുവെങ്കിൽ നിന്റെ നാവിനെ ദൈവസ്തുതിക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ അപ്പുറമായി നീ ഉപയോഗിച്ചത് ദൈവനിന്ദയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചിന്തിച്ചു നോക്കുകയും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ മാപ്പ് ചോദിച്ച് വിശുദ്ധീകരിക്കാൻ നിന്റെ ഈശോ ആഗ്രഹിക്കുന്നു. നിന്നെ കഴുകി വിശുദ്ധീകരിക്കാൻ നിന്റെ ഈശോ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും നിനക്ക് നീ വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അവരോട് ഈശോയുടെ മുമ്പിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരെ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് നിന്റെ ഭർത്താവിനെ നീ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയെ നീ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ വാക്കുകളുടെ മേൽ ശാപത്തിന്റെ വാക്കുകൾ നീ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നന്മയ്ക്കായി ഭവിക്കില്ല. ഈശോയെ, എൻ്റെ നാവിനെ കഴുകി വിശുദ്ധീകരിക്കണേ, തിരുരക്തത്താൽ കഴുകണേ എന്ന് പ്രാർത്ഥിച്ചേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. നമ്മുടെ ചെവികളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഈശോയെ, ഞാൻ പലതും നന്മ കേൾക്കാൻ ഇഷ്ടപ്പെട്ടു, എന്നാൽ തിന്മകളാണ്, ചീത്ത വാക്കുകളാണ് പലപ്പോഴും കേട്ടത്. ഞാൻ പലപ്പോഴും നന്മകൾ പറയുന്നതിന് കേൾക്കുന്നതിനേക്കാളും ഉപരി ഞാൻ പലപ്പോഴും പല പരദൂഷണം പറയാനും അത് കേൾക്കാനുമായിട്ടാണ് പോയിരിക്കുന്നത്. നല്ല വാക്കുകൾ പലപ്പോഴും എനിക്ക് അന്യമായി പോയിട്ടുണ്ട്. നല്ലത് കേൾക്കാനായി പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. പലരും എന്നെക്കുറിച്ച് നല്ലത് പറയാതെ വരുമ്പോൾ എൻ്റെ ജീവിതത്തെ വിലയിരുത്താതെ ഞാൻ അതിനെതിരെ അകാരണമായി പ്രതികരിച്ചിട്ടുണ്ട്. ഈശോയെ, എൻ്റെ കാതുകളെ ദൈവസ്തുതികൾ കേൾക്കാൻ, നല്ലത് കേൾക്കാൻ ഇഷ്ടപ്പെട്ട് ദൈവം തന്ന കേൾവി ശക്തിയെ ഞാൻ ഉപയോഗിച്ചത് തിന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഈശോയെ ക്ഷമിക്കണേ. എൻ്റെ ഈശോയെ, എൻ്റെ ചെവികളെ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. നമ്മുടെ കരങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നല്ലത് പ്രവർത്തിക്കാൻ, തമ്പുരാന് വേണ്ടി ഉപയോഗിക്കാൻ, ജീവിതത്തിൽ നന്മ ചെയ്യാനായി ദൈവം തന്ന കരങ്ങൾ നീ അത് തിന്മയ്ക്കായിട്ടാണ് ഉപയോഗിച്ചത്. ഈ കരങ്ങൾ വഴി നീ മറ്റുള്ളവർക്ക് വേദന നൽകിയിട്ടുണ്ടോ? നിന്റെ ശരീരത്തെ തന്നെ നീ പീഡിപ്പിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ശരീരം വേദന ഉണ്ടാകുന്ന അളവിൽ നിന്റെ കരങ്ങൾ നീ ഉപയോഗിച്ചിട്ടുണ്ടോ? ഈശോയെ, അങ്ങനെ ഓടിയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഈശോയെ, എന്നെ വിശുദ്ധീകരിക്കണേ. തിരുരക്തത്താൽ എൻ്റെ ഇരു കരങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തിരുവിലാവിൽ
നിറഞ്ഞ മനുഷ്യനാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും. ദൈവം വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരം. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. നിന്റെ ഹൃദയവാതിൽക്കൽ ഞാൻ മുട്ടി വിളിക്കുന്നു. നീ എനിക്കായി വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കും. ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കും. നിന്റെ ഹൃദയം കടും ചുമപ്പാണെങ്കിലും തൂമഞ്ഞ് പോലെ ഞാൻ വെണ്മയുള്ളതാക്കി മാറ്റും. ഈശോയെ, പലപ്പോഴും പല പാപചിന്തകളാലും പാപപ്രവൃത്തികളാലും എൻ്റെ ഹൃദയം ഈശോയെ കടും ചുമപ്പായി പോയിട്ടുണ്ട്. നിനക്ക് കടന്നു വരാൻ തടസ്സമാകുന്ന രീതിയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ഞാൻ പൊട്ടിയടച്ചിട്ടുണ്ട്. പലപ്പോഴും വൈരാഗ്യവും വിദ്വേഷവും കൊണ്ട് എൻ്റെ ഹൃദയം ഞാൻ നിറച്ചിട്ടുണ്ട്. ഈശോയെ, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണേ, കഴുകി വിശുദ്ധീകരിക്കണേ. കടും ചുമപ്പായ എൻ്റെ ഹൃദയത്തെ തുമഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കി നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ച് തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. നാമത്തോടെ നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കാം. എന്നോട് സംസാരിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈശോയെ തരണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വാദങ്ങളെ ഈശോയിലേക്ക് സമർപ്പിക്കാം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവഭവനത്തിൻ്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവഭവനത്തിൻ്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈശോയിലേക്ക് നടന്നെടുക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതോ ഈശോയിൽ നിന്ന് നടന്നകലാനാണോ ഞാൻ ഇഷ്ടപ്പെട്ടത്? എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ഈശോയിൽ നിന്ന് ഞാൻ ഒത്തിരി അകന്നു പോയില്ലേ? ഞാൻ എൻ്റെ ഈശോയിൽ നിന്ന് ഒത്തിരി ദൂരെയായി. എൻ്റെ ഈശോയെ, ദേവാലയത്തിലേക്ക് നടന്നെടുക്കേണ്ട, ദൈവഭവനത്തിലേക്ക് നടന്നെടുക്കാൻ ഉപയോഗിക്കേണ്ട, ഈശോയിലേക്ക് നടന്നെടുക്കാൻ ഉപയോഗിക്കേണ്ട എൻ്റെ പാദങ്ങളെ ഈശോയെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. നമ്മുടെ ശരീരത്തെ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ച് ഉച്ച മുതൽ ഉള്ളം കാലം വരെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകം നിറയാൻ പ്രാർത്ഥിച്ച് കർത്താവേ, തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ദാഹത്തോടെ എളിമയോടുകൂടെ ഈശോയെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് വലിയ അഭിഷേകം ലഭിക്കുന്ന സുന്ദരമായ നിമിഷമാണ്.
എൻ്റെ ഈശോ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തിരുരക്തത്താൽ എന്നെ ഈശോയെ എന്നെ കഴുകണേ. മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജനം നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നട്ട മുളയും എന്റെ കരവേലിയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും. നിന്റെ ജനം നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നട്ട മുളയും എന്റെ കരവേലിയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുകയാണ്. ഞാൻ നട്ട മുളയും എൻ്റെ കരവേലിയുമായ ദേശത്തെ അവർ കൈവശപ്പെടുത്തുമെന്ന്. നീതിയോടുകൂടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുമ്പോൾ, ദൈവകരുണയ്ക്കായി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ഈശോയിലേക്ക് നടക്കുമ്പോൾ, ഈശോയുടെ കരം പിടിക്കുമ്പോൾ, ദൈവവചനങ്ങൾക്കനുസൃതം ജീവിതം നയിച്ച് നീതിപൂർവകമായി നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? നീ ഭൂമി കൈവശമാക്കും. നീ ഭൂമി കൈവശമാക്കും.
വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവചനം, ഏറ്റവും നിസ്സാരമായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുമുള്ള ജനമാകും. ഞാനാണ് കർത്താവ്, യഥാകാലം ഞാൻ ഇത് ത്വരിതമാകും. ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുമുള്ള ജനമാകും. ഞാനാണ് കർത്താവ്, യഥാകാലം ഞാനിത് ത്വരിതപ്പെടുത്തും. അപ്പോ ദൈവസന്നിധിയിൽ നമ്മൾ നിസ്സാരരാണ് എന്ന് കരുതുന്നവരെ നമ്മൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നവരായി ദൈവമായ കർത്താവ് മാറ്റുന്നത് കാണാൻ പറ്റും. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ച് നോക്കാറില്ലേ, എൻ്റെ കൂടെ പഠിച്ചവര് അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ചവര് അവരോ വെറും കുഴപ്പമില്ല, ഒന്നിനും കൊള്ളാത്തതാ എന്നൊക്കെ പലരും ഉത്തരവുത്തിയവര് അവര് ജീവിതത്തിൽ ഉയർന്നത് അത്ഭുതത്തോടെ പലപ്പോഴും നമ്മൾ നോക്കി നിന്നിട്ടില്ലേ? എന്നാൽ സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് അഹങ്കരിച്ച് നടന്നവര് ജീവിതത്തിൽ പതറിപ്പോയതും തകർന്നു പോയതും കണ്ടിട്ടില്ലേ? അപ്പോ ദൈവം പറയുകയാണ്, ഏറ്റവും നിസ്സാരനായ ഒരു വംശമാണ്, ഒരു ദേശമാണ്, ഒരു വലിയ വംശമാണ്, ഒരു വലിയ ജനതയാണ്. ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവമായ കർത്താവ് പറയുന്നത്. നിന്റെ സന്തതികളെ ഞാൻ ഭൂമിയിലെ മണൽത്തരി പോലെ ഉയർന്നതാക്കും എന്നതാണ് പഠിപ്പിക്കുന്നില്ലേ? വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനം, ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സിനഗോഗിൽ യഹൂദരുടെ പ്രാർത്ഥനാലയത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് വായിച്ച വചനഭാഗമാണിത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനം, ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഈശോ പറഞ്ഞില്ലേ? സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ, ആ വചനത്തെ ധ്യാനിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. ഈശോയെ തന്നെയാണ് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത്. ഈശോ തന്നെയാണ് നിന്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും നിറയുന്നത്. ഓ ഈശോയെ, എന്നിൽ നിറയണമേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നെ വിശുദ്ധീകരിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. എന്നിൽ നിറയുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. പ്രവാചകൻ ഈശോയുടെ വചനം ശ്രവിക്കാൻ പോരുക. എൻ്റെ ഈശോയെ, എന്നോട് നീ സംസാരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള തിരുവചനങ്ങൾ. യെശയ്യാ ഇറവാക്കുന്നു 41-ാം അധികാരം 8 മുതലുള്ള ഇറവാക്യങ്ങൾ. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്.
ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതായി തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃപയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ മാറ്റുകയും കാറ്റവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നിന്റെ കർത്താവ്, നീ കർത്താവിനെ ആനന്ദിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനമുള്ളൂ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ വിമോചനം ആസന്നമെന്നാണ്. വിമോചനം ആസന്നമെന്നാണ്. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. സ്നേഹമുള്ളവരെ, യാക്കോബേ, എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ എന്ന രണ്ട് അഭിസംബോധനകൾക്ക് പേരിന്റെ സ്ഥലത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേര് കൂടി ചേർത്ത് വായിച്ചു നോക്കി. ഒന്ന് മനസ്സിലൊന്ന് വായിച്ചു നോക്കി. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. മാമോദീസായിലൂടെ നിനക്കൊരു പേര് നൽകി. നിന്നെ സഭയാകുന്ന വിശ്വസിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗമാക്കി, അവയവമാക്കി. നിന്നെ ചേർത്ത് പിടിച്ചു നിന്റെ ദൈവം. നിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചു നിന്റെ ദൈവം. നിന്റെ മകനായി മകളായി സ്വീകരിച്ച് നിന്നെ സ്വന്തമാക്കി നിന്റെ ദൈവം. നിനക്കൊരു പേരുണ്ട്. അതൊരു വിശുദ്ധന്റെയോ അല്ലെങ്കിൽ ഒരു വിശുദ്ധയുടെയോ പേരാണ്. ആ പേരിലാണ് നീ ഈശോയുടെ മകനായ മകളായത്. ഈശോയുടെ ഉള്ള വിശ്വാസം ജീവിച്ച് ജീവിതം സമർപ്പിച്ച് ത്യാഗങ്ങളെ സുന്ദരമാക്കി മാറ്റിയ, അനുഗ്രഹമാക്കി മാറ്റിയ, വേദനകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റി ദൈവസന്നിധിയിൽ അൾത്താര വണക്കത്തിന് സഭ ഉയർത്തിയ ഒരു വിശുദ്ധന്റെയോ ഒരു വിശുദ്ധയുടെയോ പേര് നിനക്ക് തന്നു. നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി. നിന്നെ ദൈവം തിരഞ്ഞെടുത്തതല്ലേ ആ നിമിഷം. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടപാത്രമായി, ദൈവത്തിന്റെ മകനായി മകളായി നിനക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് വിലയിരുത്തണം. അങ്ങനെയെങ്കിൽ ആ തിരഞ്ഞെടുപ്പ്, അതിൽ ആനന്ദിക്കാൻ, ആ തിരഞ്ഞെടുപ്പിൽ സന്തോഷിക്കാൻ, ജീവിതത്തിന്റെ സഹനങ്ങളെ ഏറ്റെടുത്ത് ഈശോയിലേക്ക് അടുത്തു വരാൻ, ദുഃഖത്തിന്റെ മാനപാത്രം കർത്താവിന്റെ കയ്യിൽ നിന്നാലും സന്തോഷത്തോടെ അതെടുത്തിയാൽ ഹല്ലേലൂയ പാടുമെന്ന് ഈശോയോട് പറയാം. ദൈവസന്നിധി താഴ്മയോടെ എളിമയോടെ കർത്താവിനെ സ്തുതിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നിനക്ക് സാധിക്കും. വീണ്ടും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും.
എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. സ്നേഹമുള്ളവരെ, ചില വചനങ്ങളൊക്കെ ഉള്ളിൽ എഴുതിയിടണം, ഹൃദയത്തിൽ എഴുതിയിടണം. എന്നിട്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഈശോയോട് അല്ലെങ്കിൽ ഈ വചനം ഉരുവിട്ട് ദൈവത്തെ സ്തുതിക്കണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഈ പ്രതിസന്ധികളും വേദനകളും ഒക്കെ മാറിപ്പോകുന്നത് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. സ്നേഹമുള്ളവരെ, സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പരീക്ഷയ്ക്ക് തോറ്റു. അത് ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളിയായി മാറി. ഇനി തോറ്റാൽ അത് പിന്നെ വീട്ടിൽ പോകാം എന്ന് നാലഞ്ചേരി പിതാവ് പറഞ്ഞൊരു സമയമുണ്ട്. അവിടെ വെച്ച് തമ്പുരാനുമായിട്ട് ഒരു സന്ധി സംഭാഷണം നടത്തിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതാണ് ദിവ്യാനന്ദ ഈശോയോട് എനിക്ക് കൂടുതൽ അടുക്കാനായിട്ട് എന്നെ സഹായിച്ചത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരാജയമാണ്, ഒരു പരീക്ഷയിലെ തോൽവിയാണ്. അതിനുശേഷം എന്ത് ചെയ്തു? ഓരോ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ പഠിക്കണമെന്ന് ഈശോ എന്നെ പഠിപ്പിച്ചു തരുന്നത് കണ്ടെത്താൻ എനിക്ക് പറ്റി. സെമിനാരി രാവിലെ 5:15 ബെല്ലടിക്കും, എഴുന്നേക്കാനുള്ള ഉണർത്തുപടി അടിക്കും. ഈ 5:15 ബെല്ലടിക്കുമ്പോൾ സെമിനാരിയിലെ ദിവ്യകാരുണ്യ ചാപ്പലിൽ, അഡോറേഷൻ ചാപ്പലിൽ, നിത്യാരാധന ചാപ്പലിൽ ഞാൻ പോയിരിക്കും. ഞാൻ ഈശോയുടെ അടുത്ത് പോയിരിക്കും. കാരണം അതിയായ ആഗ്രഹമായിരുന്നു അച്ഛനാകണമെന്ന്, അതിയായ ആഗ്രഹം. ഓരോ പരീക്ഷയ്ക്ക് മുമ്പേ 10 മണിക്ക് എക്സാം തുടങ്ങുമെങ്കിൽ 9 മണിയാകുമ്പോൾ പഠിച്ചടം വെച്ച് നമ്മൾ അവസാനിപ്പിക്കും. പരീക്ഷയ്ക്ക് ഉള്ള ഒരുക്കം പിന്നീടുള്ള ഒരു 3/4 മണിക്കൂർ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പോയുള്ള ഇരിപ്പാണ്. ആ ഇരിപ്പിന് ശേഷം ഈശോയുടെ അവസാനം പരീക്ഷാ ഹോളിലേക്ക് കായികത്തിന് തൊട്ട് മുമ്പേ ഈശോയുടെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുള്ളൂ. നീയാണ് എന്നെ വിളിച്ച് സ്വന്തമാക്കിയത്. അച്ഛനാകണമെന്നുള്ളത്, ഒരു ഫാദറാകണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവുമാണ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. സൗകര്യമുണ്ടെ ജയിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. സ്നേഹമുള്ളവരെ, പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഈശോയുടെ മുമ്പിൽ വീട്ടിൽ ചെല്ലും. സൗകര്യമുണ്ടെ ജയിപ്പിക്കാനൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോയതാ. എന്നാൽ വീണ്ടും ഈശോയുടെ അടുത്ത് പോയിട്ട് പറയും, ഈശോയെ, എന്നാൽ ആവുന്ന രീതിയിൽ, എനിക്ക് പഠിക്കാവുന്ന രീതിയിൽ പഠിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇത്ര മാർക്ക് കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. സ്നേഹമുള്ളവരെ, 100ൽ 85 എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അരമാർക്ക് പോലും പിന്നീട് കുറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അരമാർക്ക് പോലും അതിൽ നിന്ന് കുറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ഏത് വിഷയത്തിന് തോറ്റോ ആ വിഷയത്തിന് ഡിഗ്രി ചെയ്ത് അത് സെമിനാരിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായി ഞാൻ മാറി. ഏത് വിഷയത്തിന് തോറ്റോ ആ വിഷയത്തിന് ഡിഗ്രി ചെയ്ത് അതിനുശേഷം സെമിനാരിയിൽ അതേ വിഷയം തന്നെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറായി ദൈവം എന്നെ മാറ്റി. തമ്പുരാന്റെ പദ്ധതി വേറെ ഒന്നായിരുന്നു. തോറ്റാൽ ആ തോൽവി ഈശോയുടെ അടുത്തിരിക്കാൻ എന്നെ പഠിപ്പിച്ചു. ആ തോൽവി ഈശോയുടെ അൾത്താര അലങ്കരിക്കുന്ന ഒരു നല്ല ബൊക്കീസ്റ്റായിട്ട് എന്നെ മാറ്റി. നന്നായിട്ട് പൂ വയ്ക്കാനായി, പൂ അലങ്കരിക്കാനായി ഈശോ എന്നെ പഠിപ്പിച്ചു. ഒരു തോൽവിയിൽ നിന്ന്, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ, ഒരു തോൽവിയിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം ഉയർത്തിയത് കൃപയുടെ 2 അഭിഷേകങ്ങളാണ്. 2 അഭിഷേകങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഞാൻ നിന്നെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഞാൻ ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും
എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്യമായിട്ടുള്ള ദൂരെ നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം സ്റ്റേജിൽ കയറിയാൽ അന്നേരം വിടുകിടാ വിറയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 9ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഒരു കോമ്പറ്റീഷൻ ഒരു പാട്ട് പോലും പാടിയിട്ടുള്ളത്. ആലോചിച്ച് 9ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഒരു പാട്ടെങ്കിലും പാടിയിട്ടുള്ളത്. എന്നാൽ ദൈവമായ കർത്താവ് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒന്നും ഒരുങ്ങാതെ ഒന്നും എഴുതി വെക്കാതെ തമ്പുരാന്റെ വചനം എടുത്ത് തുറന്നിട്ട് ഈശോയെ എന്തെങ്കിലും ഈ ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേറെ നിന്ന് മണിക്കൂറുകളോളം വചനം പറഞ്ഞിട്ടുണ്ട്. അന്നേരം എന്റെ ജനം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എഴുതി വെച്ചിട്ട് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും എഫക്റ്റീവായിട്ട് ആരാധന തോന്നി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, കഴിവുകളല്ല സാമർഥ്യമല്ല, മറിച്ച് ഇതാണ് വചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഇനി അടുത്ത് ദൈവമായ കർത്താവ് കൂടെ നിൽക്കുന്നവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ദൈവം കരം പിടിക്കുന്നവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതാണ്? നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും. നിന്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണോ? ഞാനൊന്നും കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. ജീവിതത്തിൽ ഒരു അനുഭവം. പലപ്പോഴും പലരും തകർത്തെറിയാനായിട്ടൊക്കെ നോക്കാറുണ്ട്, കുത്തുവാക്കുകളൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സ് വേദനിപ്പിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിറ്റേ ദിവസം ഈ മനുഷ്യൻ കരഞ്ഞു നിലവിളിച്ച് കുർബാനയിലുണ്ട്. അവരെന്നെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടോ, പിറ്റേ ദിവസം സന്തോഷത്തോടെ ആഘോഷമായിട്ട് ഞാൻ കുർബാനയിലും. കാരണം എന്താണെന്നറിയാമോ? ഉള്ളിന്റെ ഉള്ളിൽ ഈ കർത്താവ് കരം പിടിക്കുന്ന സ്നേഹത്തിന്റെ അനുഭവം അറിയുമ്പോൾ ഈശോമിശിഹ പറയുന്നത് പോലെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പലതും ഉച്ചിഷ്ടം പോലെ ഞാൻ കരുതുന്നു, പലതും വേസ്റ്റായി കരുതുന്നുവെന്ന് ഈശോ പറയുന്നത് പൗലോസ്ലീഹ പറഞ്ഞെങ്കിൽ ആ ഒരു വലിയ സ്നേഹം കൊണ്ട്, ആ വലിയ കൃപ കൊണ്ട് ദൈവം ഹൃദയം മുഴുവൻ നിറയ്ക്കുന്നത് കാണാൻ പറ്റും. പലപ്പോഴും തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അന്നേരം ഞാൻ എപ്പോഴും ഈ വചനമോ നിന്നെ ദ്വേഷിക്കുന്നവർ, നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യമാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ സഹായിക്കും. ഞാനാണ് പറയുന്നത് എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയാം. നമ്മൾ പറയാറില്ലേ, ഞാനാണ് പറയുന്നത് ചെയ്തേക്കരുത്, വെച്ചേക്കുക എന്നൊക്കെ പറയാറില്ലേ? നമ്മുടെ മക്കളോട് പറയാറില്ലേ, ഞാനാണ് പറയുന്നത് ശരിയാക്കി കിടക്കും എന്നൊക്കെ പറയാറില്ലേ? എന്ന് പറയുന്ന പോലെ കർത്താവ് പറയാം, ഞാനാണ് പറയുന്നത്, എനിക്കതിനുള്ള കഴിവുണ്ടെന്നേ, എനിക്കതിനുള്ള ശക്തിയുണ്ടെന്നേ, ഞാനതുകൊണ്ട് പറയുന്നേ. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, നിന്നെ ദ്വേഷിക്കുന്നവരെ നീ അന്വേഷിക്കും, നീ കണ്ടെത്തുകയല്ല. അവര് ശൂന്യമാവും. ഒരടയാളം പോലും അവശേഷിപ്പിക്കാതെ ദൈവമായ കർത്താവ് അവരെ നിന്നിൽ നിന്ന് ദൂരെ അകറ്റും. നിനക്കൊരു എതിരും വരാൻ സാധിക്കാത്തവർക്ക് ദൈവം നിന്നെ ചേർത്ത് നിർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃപയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും കുറിച്ചേറിയതുമായ പല്ലുള്ള ചക്രങ്ങളോടുകൂടിയ ഒരു മെതിവണ്ടിയാകും. നീ മലകളെ മെതിച്ചു പൊടിയാകും, കുന്നുകളെ അതിനുപോലെ മാറ്റും. ഇനി അവസാനം പറയുന്നത് എന്താണ്? നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. ഈശോ എന്ന വലിയ സ്നേഹത്തിൽ, ഈശോ എന്ന വലിയ കൃപയിൽ, ഈശോ എന്ന വലിയ സ്വാതന്ത്ര്യത്തിൽ, ഈശോ എന്ന വലിയ കരുണയിൽ, ഈശോ എന്ന വലിയ സ്നേഹത്തിന്റെ അനുഭവത്തിൽ, സ്നേഹമുള്ളവരെ നമുക്ക് ഒരുമിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റണം, സന്തോഷിക്കാൻ പറ്റണം. കർത്താവ് കൂടെ നിൽക്കുന്ന ആ സ്നേഹത്തിന്റെ അനുഭവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോ തേവയാകുന്ന നേരത്തിൽ ദൈവമായ കർത്താവ് തരും. ആവശ്യമുള്ളതിനെ ആവശ്യ നേരത്തിൽ നിന്ന് ദൈവം അനുഗ്രഹിച്ചുകൊള്ളും. നീ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട
എന്ന് വചനം പഠിപ്പിക്കുന്നില്ലേ? ഈശോയിൽ നമുക്ക് സന്തോഷിക്കാം. ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള സ്നേഹത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ ഈശോയെ എൻ്റെ കൂടെ നിൽക്കുന്ന അനുഭവം തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. നമുക്ക് പാടാൻ ശ്രമിക്കാം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഈശോയെ എൻ്റെ കൂടെ വരണേ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ഭവനത്തിലേക്ക് കടന്നവരുടെ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ലോകാവസ്ഥകളിലേക്ക് കടന്നവരുടെ എന്ന് പ്രാർത്ഥിച്ച്, എന്നെ സ്വന്തമാക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ച്, എന്നെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ച്. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈശോയെ എണ്ണിയാൽ തീർക്കാവുന്നതിലും അപ്പുറമായി നീ അനുഗ്രഹിച്ചു, നീ സ്വന്തമാക്കി. പലപ്പോഴും നിനക്ക് ഞാൻ നന്ദി പറഞ്ഞിട്ടില്ല. എൻ്റെ ഈശോയെ എന്നെ തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച്, ആരെങ്കിലും നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അവരെയൊക്കെ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, കർത്താവായ ഈശോയെ ക്രിസ്തുരാജ് എന്ന മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആക്സിഡന്റിൽപ്പെട്ട് തലയിൽ ബ്ലഡ് ക്ലോട്ടായി വേദനിക്കുന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അണിപ്പാടുള്ള കരങ്ങൾ നീട്ടി ഈ നിമിഷം ആ മകനെ തൊട്ട് സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജിനിമേരി എന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഒരു കുഞ്ഞിനെ ദാനമായി നൽകി അനുഗ്രഹിച്ച് ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിജയമ്മ എന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീണ്ട നാളുകളായി ഒരു സ്ഥലം വാങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു മകളെ അനുഗ്രഹിക്കണേ ഈശോയെ. എല്ലാ തടസ്സങ്ങളും മാറ്റി ഒരു സ്ഥലം വാങ്ങാൻ അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജിനോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടുവേദനയും കഴുത്തിന് വേദനയുമായി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ, തൊട്ട് സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോബിയെ എന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ എടുത്തു മാറ്റി ധൈര്യപൂർവ്വം ആ ടീമിനെ നയിക്കാനുള്ള കൃപ കൊടുത്ത് മകനെ അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പ് ഷൈനി എന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവരുടെ നീണ്ടകാല കരവായ ആ അനുഗ്രഹത്തെ, അവരുടെ പ്രാർത്ഥനാ നിയോഗത്തെ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയ്ക്ക് മുമ്പേ അവർ വിളിച്ചു പറഞ്ഞു, വീണ്ടും പഴയ സ്ഥലത്ത് തന്നെയാണ്, പഴയ ആ ഒരു ചിന്തയിൽ തന്നെ നിൽക്കുന്നു. നിരാശപ്പെടാതെ കർത്താവിൽ ആശ്രയിക്കാനുള്ള അറിവോട് അനുഗ്രഹിക്കണേ ഈശോയെ. അനുഗ്രഹിച്ച് അവർക്ക് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പിതാവ് രൂപതയിലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. കർത്താവായ ഈശോയെ ഞങ്ങളുടെ രൂപതയിലെ ആന്റണി ചുടലിനാട് അച്ഛനെയും, കുര്യൻ കോയിപ്പുറം അച്ഛനെയും, ജിയോ ചൂടിക്കുന്നൽ അച്ഛനെയും, ക്രിസ്തുദാസ് അച്ഛനെയും, തോമസ് മാത്യു
വൈദികരെ അനുഗ്രഹിക്കണേ ഈശോയെ. നീ തെരഞ്ഞെടുത്ത് സ്വന്തമാക്കിയ ഈ വൈദികരെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കൊണ്ട്, വചനത്തിന്റെ വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. തക്കല രൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിവേദ്യ പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും കൽമായ സഹോദരങ്ങളെയും ദൈവജനത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു കൊടുങ്കാറ്റ് വീശട്ടെ. ഈശോയുടെ ഈശോയുള്ള വലിയ വിശ്വാസത്തിൽ വളരാൻ ദൈവജനത്തെ അനുഗ്രഹിക്കണേ. ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ രൂപതയെ നിറയ്ക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് കൊടുക്കും? രക്ഷയുടെ കാസ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ സ്തുതിക്കും. കർത്താവിനെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിച്ചാലോ? ഈശോയ്ക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി ഈശോയെ സ്തുതിക്കാം. എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും എല്ലാ രോഗപീഠകളും എല്ലാ തടസ്സങ്ങളും ഈശോയെ എടുത്തു മാറ്റുന്ന സുന്ദരമായ അനുഭവമായി ഈ ആരാധനയുടെ നിമിഷം മാറട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. സ്വരം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കാം. വേറെ ആരെയും നോക്കണ്ട. നിനക്ക് അനുഗ്രഹം വേണോ? ഈശോയെ സ്തുതിച്ചോ. ഇല്ല, വേണ്ട, ഉണ്ടാകുന്നോ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന, ആരാധന. എല്ലാ തടസ്സങ്ങളും ഈശോ എടുത്തു മാറ്റട്ടെ. എല്ലാ രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്നും ഈശോ എടുത്തു മാറ്റട്ടെ. എല്ലാ ശാരീരിക വേദനകളും ഈശോ എടുത്തു മാറ്റട്ടെ. എല്ലാ മാനസിക പീഡകളും മാനസിക ദുഃഖങ്ങളും ഈശോ എടുത്തു മാറ്റട്ടെ. എല്ലാ മനസ്സിന്റെ പിരിമുറുക്കങ്ങളെയും ഈശോ എടുത്തു മാറ്റട്ടെ. എല്ലാ തടസ്സങ്ങളും ഈശോ എടുത്തു മാറ്റട്ടെ. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഈശോ വിടുതൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ആരാധന, ആരാധന. ജോലിയിലുള്ള തടസ്സങ്ങൾ ഈശോ എടുത്തു മാറ്റട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന. കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന്, ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ ഈശോ ഈ നിമിഷം എടുത്തു മാറ്റട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പ്രാർത്ഥനയുടെ വരം നൽകി ഈശോ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. വചനം വായിക്കാനുള്ള കൃപ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. വചനം പ്രാർത്ഥനാപൂർവ്വം വായിച്ച് ധ്യാനിക്കാനുള്ള കൃപ ഈശോ നിറയെ മക്കളെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങിച്ച്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന. ഈശോയെ നന്ദി. നടുവേദനയിൽ നിന്ന് ഈശോ രണ്ടുപേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. മക്കളെ കുറിച്ച് ആകുലപ്പെടുന്ന രണ്ട് അമ്മമാരെ ഈശോ ആശ്വസിപ്പിക്കുന്നു. അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അവരെ നിനക്ക് സ്നേഹത്തോടെ, നിനക്ക് അനുസരണയുള്ള മക്കളായി അവര് മാറുമെന്ന് ഈശോ അവരോട് പറയുന്നു. നീ പ്രാർത്ഥിക്കുക, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി ആഴമായി ദാഹത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് ഏറെ സ്നേഹത്തോടെ എളിമയോടെ സ്വീകരിക്കാം. Oh
ശരണമാ